Good morning, students. Today we are going to discuss the same type of problem that we have discussed in problem number 4. That is the apportionment of joint cost according to reverse cost mechanism. So in the last problem we have seen what is the format of calculating joint cost apportionment using reverse cost mechanism. എന്തായിരുന്നു format? We starts from sales, then deduct സബ്സീക്വൻറ്റ് കോസ്റ്റ്. അത് സബ്സീക്വൻറ്റ് കോസ്റ്റ് മൈനസ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും? കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ലെസ് ചെയ്യും. ആ ബാലൻസ് ആണ് ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോർഷൻ ചെയ്തിരുന്നത്. സോ ദിസ് ഈസ് ദ സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം. വൺ മേജർ ഡിഫറൻസ് ഈസ് ദാറ്റ് വി ഹാവ് ടു പ്രിപ്പയർ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൾസോ. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം ലാസ്റ്റ് പ്രോബ്ലം തന്നെയാണ് കേട്ടോ. സോ ഇൻ മാനുഫാക്ചറിങ് ദ മെയിൻ പ്രോഡക്റ്റ് എ കമ്പനി പ്രോസസ്സസ് the resulting waste material into two byproducts B1 and B2. Listing the method of working back from sales value to an estimated cost. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. വർക്കിംഗ് ബാക്ക് ഫ്രം ഏത് മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ? മെത്തേഡ് ഓഫ് വർക്കിംഗ് ബാക്ക് ഫ്രം സെയിൽസ് വാല്യൂ ടു ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. വർക്കിംഗ് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? സെയിൽസിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്യുന്ന മെത്തേഡ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് റിവേഴ്സ് കോസ്റ്റ് മെക്കാനിസം. അല്ലാതെ ഡയറക്റ്റ് അല്ല പ്രോബ്ലത്തിൽ തന്നേക്കണം കേട്ടോ. പ്രിപ്പയർ എ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ 3 പ്രോഡക്ട്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ടോട്ടൽ കോസ്റ്റ് അപ് ടു സെപ്പറേഷൻ പോയിന്റ് വാസ് 68,000. ഇപ്പോൾ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് എ എന്നുള്ള മെയിൻ പ്രോഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എ എന്നുള്ള മെയിൻ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ദേ ഹാവ് മാനുഫാക്ചേർഡ് 2 ബൈ പ്രോഡക്ട്സ് B1 ആൻഡ് B2. വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് B1 B2 എന്നുള്ള 2 ബൈ പ്രോഡക്ട്സ് കൂടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഗിവൺ എന്താണ്? ദ കോസ്റ്റ് അപ് ടു സെപ്പറേഷൻ പോയിന്റ്. ആ ബൈ പ്രോഡക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് വരെ ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടേംഡ് ആസ് ജോയിന്റ് കോസ്റ്റ്. Next, so joint cost is given. Second one, sales all production. Sales of main product 1,64,000, byproduct 16,000 and byproducts B2 24,000. That is a sales value. Next, cost after separation. That means joint cost alla ബൈ പ്രോഡക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന കോസ്റ്റ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സബ്സീക്വൻറ്റ് കോസ്റ്റ് ഓർ സെപ്പറേഷൻ കോസ്റ്റ്. കോസ്റ്റ് ഇൻകേർഡ് ആഫ്റ്റർ സെപ്പറേഷൻ ഇസ് നോൺ ആസ് സബ്സീക്വൻറ്റ് കോസ്റ്റ് ഓർ സെപ്പറേഷൻ കോസ്റ്റ്. ദാറ്റ് ഈസ് ഗിവൺ ആസ് B1 4,800 and B2 7,200. Estimated net profit percentage to sales value. That is expected profit. Profit is expected as B1 20% of sales and for B2 30% of sales. The last, estimated selling expenses as percentage. Selling expense as percentage എന്നാ തന്നേക്കണേ. ഏതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും? Selling expenses should always be calculated on the basis of sales value. Sales valueൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് സെല്ലിംഗ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലം നമ്പർ 4 പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? സെല്ലിംഗ് എക്സ്പെൻസസ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ പ്രോബ്ലം ബട്ട് ഇറ്റ് ഈസ് ഹിഡൻ അല്ലേ? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല, അത് ഹിഡൻ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു വന്നപ്പോൾ ടോട്ടൽ കോസ്റ്റ് വന്നതും നമുക്ക് പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ടോട്ടൽ കോസ്റ്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ വി അസ്യൂംഡ് ദാറ്റ് ദ ഡിഫറൻസ് ഈസ് സെല്ലിംഗ് എക്സ്പെൻസസ്. ബട്ട് ഇൻ ദിസ് പ്രോബ്ലം ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗിവൺ. So sales in the 20% selling expense for main product, 20% for B1 and 20% for B2. This is the problem. On the basis of this information we have to prepare a first of all joint cost apportionment and second one comparative profit and loss statement. Okay, so what you have identified from the problem that is written. In this problem, it is directed to use the method of
working back from sales value to an estimated cost. That is, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യണേ? റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ്. Clear? Then let us start the solution. Okay, first solution 5, apportionment of joint cost. Give the heading apportionment of joint cost. We have going to apportion the joint cost into byproducts. So heading apportionment of joint cost. Provide 3 column. First column for particulars, second column for B1 amount, third column B2 by amount. So byproduct 1 amount, byproduct 2 amount. So what is the first item? Reverse cost mechanism. First item, sales. It is directly given in the problem. You just go through the question. Okay, sales 1,64,000 for A main product. We have നമ്മളിപ്പോൾ അപ്പോർഷൻ ചെയ്യുന്നത് B1 B2ലേക്കാണ്. 16,000 for B1, 24,000 for B2. 16,000, 24,000. Then according to the format, the first adjustment is less estimated profit. Estimated profit. Here estimated profit percentage is given 20% and 30% respectively. This percentage should be calculated on the basis of sales value. Sales value and a certain percentage ആണ് profit. So in the first case 20%, that is 16,000 into 20 by 100. And for B2 it is 30%, 24,000 into 30 by 100. Okay, 16,000 into 20 by 100, that is 3,200. And in the second case, 24,000 into 30%, that is 7,200. So the first adjustment is over. From the total sales, estimated profit is deducted. The resulting figure is called total cost. Resulting figure is called total cost. How much? First 16,000 minus 3,200, 12,800. And in the second column, 24,000 minus 7,200, that is 16,800. Total cost is given. Okay. Next, subsequent cost or separation cost. Subsequent or separation cost. Look at the question. Cost after separation 4,800, 7,200. 4,800. Always while doing the problem, this type of problem, you have to follow the format. Reverse cost mechanism format should be followed. Okay. So separation cost 4,800 and in this case 7,200. Here 9,600 and in the first column 12,800 minus 4,800, that is 8,000. Okay, this is not the joint cost. One more item remain, that is sales expenses. Selling expenses. Selling expenses as a percentage is given. Estimated selling expense as a percentage is given. And the selling expenses should be always be calculated as a percentage of sales. Sales in the percentage ആയിട്ടാണ് എപ്പോഴും problem calculate ചെയ്യേണ്ടത്. Okay. So it is for B1 20% and B2 20%. You just calculate. B1 20%. What is the sales? 16,000. Okay. So 16,000 into
20/100 ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ ആസ് എ percentage of sales. As a percentage of sales. 16,000 into 20/100 and here 24,000 into 20/100. What is the amount? 3,200, 4,800. Whatever remains, that is the share of joint cost to be borne. Okay, share of joint cost. Share of joint cost. എല്ലാ എക്സ്പെൻസും കഴിഞ്ഞു. നമ്മൾ ടോട്ടൽ സെയിൽസ് എടുത്തു, പ്രോഫിറ്റ് മൈനസ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി, അതിൽ നിന്ന് സെപ്പറേഷൻ കോസ്റ്റ് മൈനസ് ചെയ്തു, സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്തു. ഇനി എത്രയാണോ കിട്ടണേ അതായിരിക്കും ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയണേ. സോ ഇറ്റ് ദ ഫസ്റ്റ് കേസ് ഇറ്റ് ഈസ് 4,800 ആൻഡ് ദ സെക്കൻഡ് കേസ് ഇറ്റ് ഈസ് 4,800 itself. Okay, in both B1 and B2 it is 4,800 double underline. Clear? So the problem is over. The first part of the problem is over. The next step is to prepare the comparative profit and loss statement. So while preparing the comparative profit and loss statement, we have to prepare for main product A, byproduct B1 and byproduct B2. In this apportionment of joint cost, we have calculated the apportionment of joint cost of B1 4,800 and B2 4,800. So the next step is to calculate the share in joint cost of main product A. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നമുക്ക് പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നേക്കണത് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റും തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിൻ ബൈ പ്രോഡക്റ്റ് B1-ൻ്റെയും ബൈ പ്രോഡക്റ്റ് B2-ൻ്റെയും നമ്മളിപ്പോൾ കണ്ടും പിടിച്ചു. പിന്നെ ചെയ്യേണ്ടത് ജോയിൻറ്റ് കോസ്റ്റ് എയുടെ മെയിൻ പ്രോഡക്റ്റ് എയുടെ മാത്രം ജോയിൻറ്റ് കോസ്റ്റ് ഷെയർ എത്രയാണ് വരിക നോക്കാം. എങ്ങനെയാണ് കാണാം? ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് 68,000, അതിൽ നിന്ന് ലെസ് ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് B1 4,800, B2 4,800, ദസ് ടോട്ടൽ ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് ബൈ പ്രോഡക്ട്സ് 9,600. നമുക്ക് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് 68,000 തന്നിരിക്കുന്നതിൽ 9,600 ആരുടെ ഷെയറാണ്? ബൈ പ്രോഡക്റ്റിൻ്റെ ഷെയറാണ്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് എവർ റിമെയിൻസ്, ബാലൻസ് എത്രയുണ്ടോ അത് ആരുടെ ഷെയർ ആയിരിക്കും? ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് എ, ദാറ്റ് ഈസ് ദ മെയിൻ പ്രോഡക്റ്റ്. എത്ര വരും? 68,000 മൈനസ് 9,600, 58,600. Okay, so this you have to calculate first. Then next, comparative profit and loss statement. Draw like this. Comparative profit and loss statement. Provide 1, 2, 3, 4, 5 column. One particulars column and 4 amount column. Then first column for particulars. First column for particulars. Second column for A, main product, rupees. Third column B1, rupees. Next column B2, rupees. And the final column for total. Final column for total. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത് ഫൈനൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്, സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് വരണേന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ദ ഫസ്റ്റ് ഐറ്റം സെയിൽസ്. സെയിൽസ് എത്രയാണ് സെയിൽസ്? ക്വസ്റ്റ്യൻ നോക്കുക. $1,64,000 for A, 16,000, 24,000. എഴുതിക്കോളൂ. 1,64,000, 16,000,
24,000. Then 3 കോളം കൂടെ ടോട്ടൽ ഔട്ടർ കോളം 2,04,000. ഇത് കമ്പനിയുടെ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആകുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റും ടോട്ടൽ സെയിൽസും ഒക്കെ അറിയണ്ടേ. അപ്പം അതുകൊണ്ട് മെയിൻ പ്രോഡക്റ്റിൻ്റെ ബൈ പ്രോഡക്റ്റ് B1ൻ്റെ ബൈ പ്രോഡക്റ്റ് B2ൻ്റെ അവസാനം ടോട്ടൽ 164 പ്ലസ് 16 പ്ലസ് 24 ദാറ്റ് ഈസ് 2,04,000. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ കോസ്റ്റ് കുറയ്ക്കാൻ പോവുക. ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ട അങ്ങനെയല്ലേ, കോസ്റ്റ് ഓഫ് സെയിൽസ് ഓരോന്ന് മൈനസ് ചെയ്യാം. ഏതൊക്കെയാണ് വരണേന്ന് നോക്കി. ചെയ്യുന്നതിന് മുമ്പ് ഒരു ഐഡിയ വേണം നിങ്ങൾക്ക്, എന്തൊക്കെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനുണ്ട്. ഏതൊക്കെ കോസ്റ്റ് ഉണ്ട്? പ്രീ സെപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്, അതായത് ഓരോന്നിനും ജോയിൻ കോസ്റ്റിൽ വന്നേക്കണ ഷെയർ ഉണ്ട് അല്ല. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ജോയിൻ കോസ്റ്റ്, സെപ്പറേഷൻ പോയിന്റ് വരെയുള്ളതാണ് ജോയിൻ കോസ്റ്റ്. ആ ജോയിൻ കോസ്റ്റിൻ്റെ ഷെയർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? പ്രീ സെപ്പറേഷൻ കോസ്റ്റ്, സെപ്പറേറ്റ് ആകുന്നതിന് മുൻപ് വരുന്ന കോസ്റ്റ്. പിന്നെ വരുന്നത് പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സീക്വൻറ്റ് കോസ്റ്റ് എന്ന് വിളിക്കാം അതിനെ. സെപ്പറേറ്റ് ആയതിന് ശേഷം വരുന്ന കോസ്റ്റ്. പിന്നെ ഏതാ വരിക? സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത്. ഈ 3 കോസ്റ്റാണ് റെഡ്യൂസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ പ്രീ സെപ്പറേഷൻ കോസ്റ്റ്, പിന്നൊന്ന് സബ്സീക്വൻറ്റ് കോസ്റ്റ് അഥവാ പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ്, പിന്നെ വരണത് കോസ്റ്റ് ഓഫ് സെയിൽസ് അഥവാ സെല്ലിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ ചെയ്തോളൂ. ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ പ്രീ സെപ്പറേഷൻ കോസ്റ്റ്. പ്രീ സെപ്പറേഷൻ കോസ്റ്റ് അതിപ്പോൾ നമുക്ക് കിട്ടിയത് പ്രോബ്ലം ചെയ്തിട്ട് കണ്ടുപിടിച്ചില്ലേ. എയുടെ നമുക്ക് എത്ര കിട്ടിയേക്കണേ നോക്കൂ. 58,400 എന്ന് എയുടെ ഷെയർ മാത്രം നമ്മൾ കണ്ടുപിടിച്ചു. B1ൻ്റെ ഷെയർ 4,800, B2ൻ്റെ ഷെയർ 4,800. എഴുതിക്കോളൂ. 58,400, 4,800, 4,800. അങ്ങനെ ടോട്ടൽ ജോയിൻ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 68,000. ഓക്കെ, ഇനി പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ് ഓർ ബ്രാക്കറ്റിലിട്ടോളൂ സബ്സീക്വൻറ്റ് കോസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നീട്. സബ്സീക്വൻറ്റ് കോസ്റ്റ് അതായത് സെപ്പറേഷൻ വന്നതിന് ശേഷമുള്ള കോസ്റ്റ്. അത് ഏതിനുണ്ടാവില്ല? സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്ന് പറയുമ്പോൾ മെയിൻ പ്രോഡക്റ്റ് റിമെയിൻ സ്റ്റില്ലാണ് അല്ലേ, അതിന് സെപ്പറേഷൻ കോസ്റ്റ് ഉണ്ടാവില്ല. പകരം ഉണ്ടാകുന്നത് ബൈ പ്രോഡക്ട്സിനാണ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം കോസ്റ്റ് വരുന്നത്. അപ്പോൾ ബൈ പ്രോഡക്റ്റ് B1ന് വരുന്ന സെപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4,000. ക്വസ്റ്റ്യനിലുണ്ടതേ. സബ്സീക്വൻറ്റ് കോസ്റ്റ് 4,800 ഫോർ B1, 7,200 ഫോർ B2. അപ്പോൾ 4,800, 7,200 ടോട്ടൽ എത്ര വരും? 12,000. നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഈ 2 എണ്ണം കൂടി കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതിന് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കും. എന്നിട്ട് ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടി മൈനസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഏത് കിട്ടുക? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുക. അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് സെയിൽസ് കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം അങ്ങനെ തന്നെ ചെയ്യാം. ഡിവൈഡ് ചെയ്ത് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഇത് മാത്രം മൈനസ് ചെയ്യുക. ആ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ്. എത്ര വരും നോക്കി. 1,64,000 മൈനസ് 1,64,000 മൈനസ് 58,400. 1 lakh സോറി, ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നോക്കണം. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രം എത്രയാണ് വന്നേക്കണേന്ന് നോക്കാം. ടോട്ടൽ കോസ്റ്റ് അല്ല, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രം എത്രയാണ് വന്നേക്കണേന്ന് നോക്കൂ. പ്രീ സെപ്പറേഷൻ കോസ്റ്റ് 58,400ഉം പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് എന്ത് പറയാം നമ്മൾ?
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രം കണ്ടുവയ്ക്കാം. സെയിൽസ് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഏറ്റവും അവസാനം സെയിൽസിൽ നിന്ന് നമ്മൾ കുറയ്ക്കാൻ പറഞ്ഞേക്കുന്നത് ഏതാ? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയി കഴിയുമ്പോൾ സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യാം. അതുവരെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് കാണാം. അപ്പോൾ നോക്കി ഇവിടെ 9600 ഇത് രണ്ടും. ഇവിടെ 4800 പ്ലസ് 7200 ദാറ്റ് ഈസ് 12000. ഇവിടെ 68,000 പ്ലസ് 12,000 ദാറ്റ് ഈസ് 80,000. ഓക്കെ, സോ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി 58,400. അതായത് ഈ രണ്ടെണ്ണം മാത്രം ആഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. പിന്നീട് ഡൗട്ട് തോന്നരുത് എങ്ങനെയാണ് കിട്ടിയേക്കണേന്ന്. ഇത് രണ്ടിനെയും മാത്രം വിളിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ഇതിൽ നിന്ന് എന്തും കൂടെ വരും? നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസസും കൂടെ വരും. സെല്ലിംഗ് എക്സ്പെൻസസ് ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്താവണുള്ളൂ? കോസ്റ്റ് ഓഫ് സെയിൽസ് ആവണുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആവാനുള്ള 1 2 ഇത് 3 ഈ 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് വരണേ. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് എത്ര വരും? ഇവിടെ നമുക്ക് വന്നപ്പോൾ 1 + 2 4 1 + 2 കിട്ടണതാണ് നമുക്ക് ഈ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യാം. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയൊക്കെയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? സെയിൽസിൻ്റെ 20% അല്ലേ തന്നേക്കണേ. സെല്ലിംഗ് എക്സ്പെൻസ് പറഞ്ഞേക്കുന്നത് സെയിൽസിൻ്റെ 20% എന്നാണ്. അത് എക്കും ബിക്കും B1നും B2നും ഒക്കെ അതെ സെയിൽസിൻ്റെ 20% എന്നാണ്. അപ്പം നമുക്കിവിടെ 1,64,000ൻ്റെ 20%. 1,64,000ൻ്റെ 20%. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എന്നാലും ഇവിടെ നിന്ന് എഴുതാൻ നമുക്ക് 16,000ൻ്റെ 20%. ഇവിടെ 24,000ൻ്റെ 20%. ഇതിൽ അവസാനത്തെ രണ്ടെണ്ണം നമ്മൾ കണ്ടേക്കുന്നതാണ്. ആദ്യത്തെ മാത്രമേ കാണണ്ടൂ അല്ലേ. 1,64,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 32,800. ഇവിടെ 3,200. ഇവിടെ 4,800. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വരും? 49,000 ആണോ? ടോട്ടൽ സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ് വരുന്നത്? 40,800. 40,800. പിന്നെ എന്താ കാണാം? അപ്പോൾ എല്ലാം കിട്ടി. ഇനി നമുക്ക് ഈ കിട്ടണതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് എങ്ങനെ കിട്ടാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ 4 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സെല്ലിംഗ് എക്സ്പെൻസ് ഇപ്പോൾ 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചോളൂ. ആദ്യത്തെ എയുടെ കേസിൽ 58,400 പ്ലസ് 32,800 ദാറ്റ് ഈസ് 91,200. രണ്ടാമത്തെ കേസിൽ 9,600 പ്ലസ് 3,200 ദാറ്റ് ഈസ് 12,800. തേർഡ് കേസിൽ 12,000 പ്ലസ് 4,800 16,800. ദെൻ 80,000 പ്ലസ് 40,800 ദാറ്റ് ഈസ് 1,20,800. ഇവിടെ നമുക്ക് 2 എമൗണ്ട് ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ സെയിൽസും ഉണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസും ഉണ്ട്. ഇനി എന്ത് കിട്ടും നമുക്ക്? ടോട്ടൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് മിസ് നമ്പർ ഇട്ടിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് എന്നുള്ളതിന് മെയിൻ 1ഉം കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളതിന് ഇപ്പോൾ 2 ഇട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടണേ? ഇനി 1 മൈനസ് 2 സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കേസിൽ എക്ക് 1,64,000 മൈനസ് 91,200 എത്ര വന്നു? 72,800 ഫോർ എ. ഇനി രണ്ടാമത്തെ 16,000 സെയിൽസ് ഫോർ B1
minus 12,800, that is 3,200. Next 24,000 minus 16,800, that is equal to 7,200. ക്രോസ് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ ഒപ്പം ചെയ്തു വരാം, ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി മൂന്നും കൂടെ ആഡ് ചെയ്ത് ഔട്ടർ കോളം 7,200 plus 3,200 plus 72,800, that is 83,200. So this is the profit. നമുക്കിനി എന്തും കൂടി കാണാം, പേഴ്സൻറ്റേജും കൂടി കണ്ടുപിടിക്കുക. അതായത് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് കിട്ടിയേക്കണേന്നും കൂടി കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി, നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആയിട്ട് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയെന്ന് നോക്കാം. എഴുതിക്കോളൂ. പ്രോഫിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് കണ്ടേക്കുന്നത്? ആദ്യത്തെ കേസിൽ നോക്കി, പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് 72,800 ഡിവൈഡഡ് ബൈ സെയിൽസ് 1,64,000 ഇൻറ്റു 100. ഇങ്ങനെയല്ലേ പെർസെൻറ്റേജ് കാണാം? പ്രോഫിറ്റ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഹിയർ 3,200 ബൈ 16,000 ഇൻറ്റു 100. ഹിയർ 7,200 ഡിവൈഡഡ് ബൈ 24,000 into 100. Therefore, total 83,200 divided by 204,000 into 100. കണ്ടുപിടിച്ചോളൂ. ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്യും കേട്ടോ. 72,800 ഡിവൈഡഡ് ബൈ 1,64,000 ഇൻറ്റു 100. ഇൻ ദ ഫസ്റ്റ് കേസ് ഇറ്റ് ഈസ് 44.4%. നെക്സ്റ്റ് 3,200 ഡിവൈഡഡ് ബൈ 16,000 ഇൻറ്റു 100, 20%. തേർഡ് വൺ 7,200 ഡിവൈഡഡ് ബൈ 24,000 into 100, 30%. And the last one 83,200 divided by 204 into 100, 40. Double underline ചെയ്തിട്ടുള്ളൂ. This is the problem. Okay, I think it is clear to you. ഡൗട്ട് ഉണ്ടാകാനുള്ളതൊന്നുമില്ല. പ്രോബ്ലം നല്ലോണം നോക്കിയേക്കുക. സെയിൽസ്, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യുക. ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളതൊരു വലിയ കോൺസെപ്റ്റ്, അതുകൊണ്ട് അത് അവിടെ ഇട്ടു നമ്മൾ. എന്നിട്ട് ആദ്യം പ്രീ സെപ്പറേഷൻ കോസ്റ്റ് ആഡ് ചെയ്തു, പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അതിൻ്റെ കൂടെ സെല്ലിങ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടണേ. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി ആ പ്രോഫിറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നും കൂടി കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലം കഴിയണത്. ഓക്കെ, so this is a very important problem and this is the end of the module. നമ്മുടെ മൊഡ്യൂൾ മാത്രമല്ല, by this problem we have completed our second semester portions. 2 അഡീഷണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നതാണ് മിസ് ഇപ്പോൾ ചെയ്തത്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ മൊഡ്യൂള് സെക്കൻഡ് സെമസ്റ്റർ MCOM മൊഡ്യൂൾ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റിവിഷൻ എടുക്കാം. ഇപ്പോൾ അഡീഷണൽ പ്രോബ്ലം അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കതൊന്ന് മനസ്സിലേക്ക് പതിപ്പിക്കാനായിട്ട് ഒരു പ്രോബ്ലം, ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. അതും കൂടെ ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ട് വേണം മിസ്സിന് സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ. ദിസ് പ്രോബ്ലം അലോങ് വിത്ത് ദ ഹോംവർക്ക് പ്രോബ്ലം യു ഹാവ് ടു സബ്മിറ്റ് in our WhatsApp group. Okay, this is the problem number 6. You have to work it out and submit in my WhatsApp group. Okay, XYZ Limited manufactures 3 products A, B and C. The actual joint expenses of manufacture for the period were rupees 8,000. That is the joint cost. It was estimated that the profit on each product as a percentage of sales would be 30%, 20%, 25%
and 15% respectively. Subsequent expenses were as follows. നമുക്ക് ജോയിൻറ്റ് എക്സ്പെൻസ് മുകളിൽ തന്നിട്ടുണ്ട്. ആഫ്റ്റർ സെപ്പറേഷൻ ഉള്ള സബ്സീക്വൻറ്റ് പോയിന്റ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 100, 75, 25 ABC കേട്ടോ. ഡയറക്റ്റ് വേജസ് 200, 125, 50. ഓവർഹെഡ് 150, 125, 75. Thus total subsequent cost amounts to 450, 325 and 150. The next sales is given for A 6,000, B 4,000 and C 2,500. You have required to prepare a statement showing the apportionment of the joint expenses of manufacture over different products. നമ്മളോട് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് എക്സ്പെൻസ് കാണിക്കുന്നത് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ജോയിൻറ്റ് കോസ്റ്റുകളായിരിക്കാം, ബൈ പ്രോഡക്ട്സ് ആയിരിക്കാം. മെയിൻ പ്രോഡക്റ്റ് ഏതാണെന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. നമ്മൾ ആദ്യം ചെയ്തതിലെ ഫസ്റ്റ് പാർട്ട് ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ചെയ്തേക്കുക. ഇന്നത്തെ ക്ലാസ്സിലെ പ്രോബ്ലം ഇതും കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ എനി ഏരിയ പ്ലീസ് ആസ്ക് മീ. നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് മിസ്സിനെ വിളിക്കുക കേട്ടോ, അല്ലാതെ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കരുത്. മനസ്സിലായതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കുക. താങ്ക് യു.